എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ മസ്കാ ബണ്ണ് കേട്ടോ. മസ്കാ ബണ്ണ്, മൺമസ്ക എന്ത് വേണമെങ്കിലും പറയാം. അതിന് ഞങ്ങൾ പോയിട്ട് ബണ്ണ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡും ഉണ്ട്. ഇതിന് ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉണ്ടാക്കാം. അതിന് മുൻപ് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് ഇറാനി ചായ ഉണ്ടാക്കാം. ഇറാനി ചായ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടമാണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ പാല് തിളപ്പിക്കാൻ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഉണ്ടാക്കി വന്നിട്ട് ബൺമസ്ക ഉണ്ടാക്കാം. നമുക്ക് ആദ്യം പാല് പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലേ എടുക്കണുള്ളൂ. ഇത് വറ്റിയിട്ട് എത്രയാവണം? ഇതിൻ്റെ പകുതി ആവണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പിടിക്കും അത്. ഇതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കണമല്ലോ, ഇതൊന്നും നമ്മൾ ഡെയിലി ഉണ്ടാക്കണ സാധനമല്ലല്ലോ. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒരു പകുതിയാക്കി എടുക്കണം ആദ്യം. ഇത് തിളച്ച് വറ്റണം. ഇതവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചായ പുറത്തുണ്ടാക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുക്കറിൽ. എത്ര വേണ്ട വെച്ചാൽ അപ്പം എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇടണം. ഗ്രാമ്പൂ 3-4 ഇട്ടുണ്ട്. പട്ട ഒരു 2 കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കായ ഇടണം കേട്ടോ. ഏലക്കായ ഒരു 3-4 ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി ഇടണം. ചായപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, ആ പാക്കറ്റ് പൊട്ടിച്ച് ഇട്ടിട്ടില്ലല്ലോ ചായപ്പൊടി. ചായപ്പൊടി ഇടുകയാണ് ഞാൻ കേട്ടോ. കുറച്ച് ചായപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിത് കുക്കർ അടയ്ക്കാം. എന്നിട്ടൊന്ന് വിസിൽ വെയിറ്റ് ഇട്ടിട്ട് വിസിൽ വരണം. ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങണം. അടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പാല് ഉപയോഗിക്കാൻ പറ്റും. ചൂടായിട്ടോ. ബട്ടർ ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കണം. ഫുള്ള് വേണം, ഫുള്ള് വേണം. ഈ ബട്ടർ മുഴുവൻ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കണേ. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഈ മിക്സ് കേട്ടോ. വളരെ ഈസിയാണ്, കുട്ടികളും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കയ്യിലൊക്കെ ഇത് വറ്റി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. ഇനിയും വറ്റണം കുറച്ച് നേരം കൂടി. എന്നിട്ട് ഇറാനി ചായ റെഡിയാക്കാൻ പറ്റുള്ളൂ. ചായ ഇവിടെ കുക്കറിൽ വിസിൽ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക്. കുറച്ച് മതി. ഇത് ഇനിയും വറ്റണം. നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നിൽ മധുരം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒന്നിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒന്നേക്ക് പഞ്ചസാര ഇട്ടതാണ്. മസ്കാ ബണ്ണും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.